ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വഖഫിന്റെ ചെയർമാൻമാരായിരുന്ന പാണക്കാട് ഉമർ അലി തങ്ങളും പാണക്കാട് റഷീദ് അലി തങ്ങളും പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഇത് വഖഫാണെന്ന് പറയുന്നത് ഈ കാശും മേടിച്ച് ഇത് ഈ വഖഫ് നിയമത്തിന് വിരുദ്ധമായി ചെയ്ത കാര്യം വഖഫാണെന്ന് പറയുന്നത് ഇസ്ലാമിന് യോജിച്ചല്ല എന്നാണ് അവരുടെ നിലപാട്. അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. പണം വാങ്ങി വിറ്റ ഭൂമി വഖഫാണെന്ന് അവകാശപ്പെടുന്നത് അനിസ്ലാമികമാണെന്ന് പാണക്കാട് തങ്ങന്മാർ തന്നോട് പറഞ്ഞത്രേ. എന്തൊരു നുണ! ഈ പറയുന്ന ഉമർ അലി തങ്ങൾ 2008 അന്തരിച്ചു. മുനമ്പം ഭൂമി വഖഫാണെന്ന് അവകാശപ്പെടുന്നത് അനിസ്ലാമികമാണെന്ന് 10-16 കൊല്ലം മുമ്പ് അന്തരിച്ച പാണക്കാട് ഉമർ അലി തങ്ങൾ സതീശനോട് പറഞ്ഞത്രേ. കല്ല് വെച്ച നുണ എന്ന വിശേഷണമൊന്നും ഈ നുണയ്ക്ക് ചേരില്ല. മുനമ്പം ഭൂമി വഖഫാണെന്ന് അവകാശപ്പെടുന്നത് അനിസ്ലാമികമാണെന്ന അഭിപ്രായം പാണക്കാട് തങ്ങന്മാർക്കുണ്ടെങ്കിൽ അവരാണ് അക്കാര്യം പരസ്യമായി പറയേണ്ടത്, അല്ലേ? സതീശന്റെ ചെവിയിലാണോ തങ്ങന്മാർ അത് പറയേണ്ടത്? യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഇക്കാര്യത്തിൽ ET മുഹമ്മദ് ബഷീർ നടത്തിയ ഒരു പരസ്യമായ അഭിപ്രായ പ്രകടനം നമുക്കൊന്ന് കാണാം. ചില ആളുകൾ പറഞ്ഞു വരുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയല്ല. അതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇത് വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള വാദം തെറ്റാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഇത് വഖഫ് സ്വത്ത് അല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. കേരള അസംബ്ലിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി KP മജീദ് സമയമെടുത്ത് ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് കൃത്യമായി രേഖകൾ മുഖേന തെളിയിക്കുന്ന വിധത്തിൽ കേരള അസംബ്ലിയിൽ സംസാരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇത് വഖഫ് സ്വത്ത് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വഖഫിന്റെ ചെയർമാൻമാരായിരുന്ന പാണക്കാട് ഉമർ അലി തങ്ങളും പാണക്കാട് റഷീദ് അലി തങ്ങളും പറഞ്ഞിട്ടില്ല.